നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവിന്റെ രാജ്യത്തിന്റെ ഭാഗമായാൽ സാത്താൻ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, സാത്താന്റെ രാജ്യം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു വ്യക്തി ഒരിക്കലും യേശുവിനെ അറിയരുതെന്ന് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. യേശുവിനെ ഒരിക്കലും അറിയാതിരിക്കാൻ, ഒരു വ്യക്തി ഒരിക്കലും യേശുവിലേക്ക് എത്താതിരിക്കാൻ സാത്താന്റെ കിങ്ഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ കിങ്ഡം ഓഫ് സേറ്റൻ ഈസ് ആൻ അറ്റംപ്റ്റ് to prevent people from coming to the kingdom of God, to coming to Jesus. യേശുവിലേക്ക് വരാതിരിക്കാൻ എല്ലാ വഴിയും നോക്കും. ഇനി രണ്ടാമത്തേത്, ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സാത്താൻ പിന്നെ പരിശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് യേശുവുമായി ഒരിക്കലും വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കും. നമ്മൾ അറിയാതെ